Good morning, ladies and gentlemen. Welcome to Orange Apple Motivational Monster. Thank you so much once again. Welcome for the day. So, നമ്മൾ ന്യൂ ഇയറിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സി മറ്റൊരു ചർച്ച ഫോക്കസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മറ്റൊരു ചർച്ച നമ്മൾ പറഞ്ഞത് ഒരാൾക്ക് സിംഗിൾ ഫോക്കസ് മാത്രമല്ലേ പറ്റുള്ളൂ എന്നുള്ളത്. സി റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഗോള് ലൈഫിൽ ഏതൊരു ഗോളിനും മൾട്ടി ഫോക്കസ്ഡ് ആവാൻ പറ്റില്ല എന്നതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് റെസൊല്യൂഷൻ എടുക്കുന്ന ആളുകളുണ്ടാവും, പോയിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യാൻ വേണ്ടി. യോഗയ്ക്ക് പോകാൻ വേണ്ടി ഡിസിഷൻ എടുക്കുന്ന ആളുകൾ, സെയിം ടൈം കരാട്ടയ്ക്ക് പോകാൻ വേണ്ടി ഡിസിഷൻ എടുക്കുന്ന ആളുകൾ, സ്വന്തമായിട്ട് എക്സസൈസ് ചെയ്യുന്നവർ. ഇതെല്ലാം കൂടി ഒരുമിച്ചെടുക്കാൻ കഴിയില്ല. എല്ലാം കൂടി ഒരുമിച്ചെടുത്തിട്ടുണ്ടാകുന്ന ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ, ജിമ്മിൽ പോകുന്നത് ചില പർട്ടിക്കുലർ ആക്ടിവിറ്റി ബേസ്ഡ് ആണ്. കരാട്ടയിൽ ചെയ്യുമ്പോൾ കരാട്ടയിലെ മാഷ് അത്ര അനുകൂലമായ കാര്യങ്ങൾ അവന് പറയാം. യോഗയിലെ ആളുകൾ ഇതൊന്നും അല്ല പറയാനേ പറയാം. മൂന്നും കൂടി ഒരുമിച്ച് ഹെൽത്ത് ഫോക്കസ്ഡ് എന്ന് പറയുന്ന ഒരാൾ ചെയ്താൽ അത് ചാലഞ്ചിങ് ആയിരിക്കും. സ്വന്തം മകൻ്റെ ഹോട്ടലുണ്ട്, വീട്ടിൻ്റെ സ്വന്തം ഹോട്ടലുണ്ട്, സ്വന്തം ക്ലോസ് ഫ്രണ്ടിൻ്റെ ഹോട്ടലുണ്ട്. മൂന്ന് സ്ഥലത്തുനിന്നും ഭക്ഷണം കഴിക്കാതിരുന്നാൽ ശരിയാവില്ല. ഹെൽത്ത് ഫോക്കസ്ഡ് ആണ് ഗോള്. ആ മൂന്ന് സ്ഥലത്തും എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടി അവിടെയൊക്കെ കയറൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ അത് പ്രശ്നമാവും എന്ന് വിചാരിച്ചിട്ട് രാത്രി അവരൊക്കെ വീട്ടിൽ നിന്നൊക്കെ കാണേണ്ടതല്ല, അയൽവക്കത്ത് കാണേണ്ടതല്ലേ എന്ന് വിചാരിച്ച് പോകാൻ നിന്നാൽ, ഹെൽത്ത് ഫോക്കസ്ഡ് ആണെങ്കിൽ അവരെ മൂന്നാളെയും പ്രീതിപ്പെടുത്തൽ നടക്കില്ല. നേരത്തെ പറഞ്ഞവരും കരാട്ടയും യോഗയും ജിമ്മും എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ടും, അല്ലെങ്കിൽ അത് മൂന്നും എനിക്ക് ഉണ്ട് എല്ലാം കൂടി ഉഷാറാവണം എന്ന് വിചാരിച്ചാൽ ഒന്നും ഉഷാറാവാൻ പറ്റാത്ത അവസ്ഥ വരുന്നത് പോലെ തന്നെ ഹെൽത്ത് ഫോക്കസ്ഡ് ആകുമ്പോൾ ഡൈനിങ് ടേബിളിൽ വരുന്ന മകൾ ഉണ്ടാക്കിയതും മരുമകൾ ഉണ്ടാക്കിയതും ഭാര്യ ഉണ്ടാക്കിയതും അമ്മ ഉണ്ടാക്കിയതും എല്ലാ ഫുഡും കൂടി ഒരുമിച്ച് വന്നാൽ എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടി എല്ലാവർക്കും കഴിക്കണ്ടേ വിചാരിച്ചാൽ ചിലപ്പോൾ ഹെൽത്ത് ഫോക്കസ്ഡ് ഒരാളെ സംബന്ധിച്ചിടത്തോളം ചാലഞ്ചിങ് ആയിരിക്കും. ഇതൊരു ഡിസ്ട്രാക്ഷനോ അല്ലെങ്കിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു, എന്താ പറയുക, നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ഒരു ചാലഞ്ച് ഉണ്ടാവും. ഈ ചാലഞ്ച് നമ്മൾ ഓവർകം ചെയ്യുക എന്നുള്ളത് മാൻഡേറ്ററി ആണ്. അതാണ് ഫോക്കസ്. എവിടെയാണ് നമ്മൾ ഫോക്കസ് എന്ന് പറയുന്ന സാധനം? ഒരുപാട് ഭക്ഷണങ്ങൾ നിരത്തി വെച്ച് ആവശ്യത്തിന് ഇഷ്ടമുള്ളത് എടുത്തു കഴിച്ചോളാൻ പറയുന്ന ഒരു പാർട്ടിയിൽ പങ്കെടുക്കേണ്ട അവസ്ഥയിൽ ഹെൽത്ത് ഫോക്കസ്ഡ് ആവുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഹെൽത്തിനുമായി ബന്ധപ്പെട്ട ഭക്ഷണമേ അദ്ദേഹത്തിന് കഴിക്കാൻ പറ്റുള്ളൂ. അതാണ് ഏറ്റവും പ്രധാനം. അതിലപ്പുറത്തേക്ക് കഴിക്കാൻ പറ്റില്ല. കാരണം അവിടെ ഫോക്കസ്ഡ് ആണ്, ഞാൻ ഹെൽത്തി ഫോക്കസ്ഡ് ആണ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഫോക്കസിനെ ഈ രൂപത്തിൽ ഡിഫൈൻ ചെയ്ത് മനസ്സിലാക്കുമ്പോഴേ കാര്യങ്ങൾ വൃത്തിയാവും. ഞാൻ ഈ വർഷം എൻ്റെ ബിഹേവിയറുകളാണ് മെച്ചപ്പെടുത്താൻ പോകുന്നത്, എൻ്റെ ക്യാരക്ടറാണ് മെച്ചപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമായ ഇൻപുട്ടുകൾ, ലേണിംഗ് ഇൻപുട്ടുകൾ എനിക്ക് ആവശ്യമാണ്. മറ്റൊരു ഉദാഹരണം, ഈ ലേണിംഗ് ഇൻപുട്ടുകൾ ഇംപ്രൂവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇൻപുട്ട് എന്ന് പറയുന്നത് കേൾക്കണം, അല്ലെങ്കിൽ ഒരാളുടെ കൂടെ കൂടണം, ഒരു അസോസിയേറ്റ് ഉണ്ടാവണം, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കണം. ഇനി നമ്മളതെടുക്കാം. ഇങ്ങനെ ഒരു ലേണിംഗ് ഇൻപുട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്ന സമയത്ത് MTയുടെ കഥകൾ, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥകൾ, അങ്ങനെ പുന്നത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ നോവലുകൾ, ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളാണ് നമുക്ക് വായിക്കുന്നത് ഇഷ്ടമാണ്. പക്ഷെ ഇതൊക്കെ എനിക്ക് വായിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ സെൽഫ് ഡെവലപ്മെന്റ് പുസ്തകത്തിന്റെ അപ്പുറത്തേക്ക് നോവലുകളും ചിത്രകഥകളും കഥകളുമായിട്ട് പോകുന്ന ഒരവസ്ഥ. ലേണിംഗ് ഇൻപുട്ട് ശരിക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും എങ്കിൽ പോലും വായിക്കേണ്ട പുസ്തകം മാറിപ്പോയാൽ വീണ്ടും അവിടെ എന്തായി, കഥകൾ വായിക്കും, ചെറുകഥ വായിക്കും, നോവൽ സമാഹാരം വായിക്കും, പലതും വായിക്കും.
ഇതെല്ലാം വായിക്കുന്നിടത്ത് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ചില ബിസിനസ് ഓണേഴ്സിനെ കണ്ടിട്ടുണ്ട്. വളരെ വലിയ ബിസിനസ്മാനായി മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഡെവലപ്പ് ചെയ്യാനുള്ള ആവേശം കൊണ്ട് ഓടി നടന്ന് ആ മീറ്റിങ്ങിലും പങ്കെടുത്ത് ഈ മീറ്റിങ്ങിലും പങ്കെടുത്ത് അയാളുടെ കൂടെയും പങ്കെടുത്ത് ഇയാളുടെ കൂടെയും ട്രാവൽ ചെയ്ത് അയാളോടും സംസാരിച്ച് ഇയാളോടും സംസാരിച്ച് ആ പുസ്തകവും വായിച്ച് ഈ മൾട്ടി മില്യണറുടെ പ്രസംഗവും കേട്ട് ആ മൾട്ടി മില്യണറുടെ പ്രസംഗം ഓരോരുത്തരും ഓരോ സിനാരിയോ ഡെവലപ്പ് ചെയ്താണ്. ഓരോ പുസ്തകവും ഓരോ റീസൺ ഓറിയന്റഡ് ആണ്. ഓരോ ബുക്കും വന്നത് ഓരോ സിനാരിയോ ഓറിയന്റഡ് ആണ്. നമ്മളുടെ സിനാരിയോ നമുക്ക് ആവശ്യമുള്ളത് എന്താണോ, നമ്മളുടെ ഫോക്കസ് എന്താണോ അത് ഓറിയന്റഡ് അല്ലാത്ത ആളുകളുമായി അസോസിയേറ്റ് ചെയ്യുകയും അതല്ലാത്ത ആളുകളുമായി സംസാരിച്ചിരിക്കുകയും അതല്ലാത്ത ആളുകളുടെ കേൾവികളുടെ പുറകിൽ പോവുകയും അതല്ലാത്ത പുസ്തകങ്ങളുടെ പുറകിലൊക്കെ പോവുകയും ഒക്കെ ചെയ്താൽ ഇവിടെ ഉണ്ടാകുന്നത് വീണ്ടും ഫോക്കസ് വേരിയേഷനാണ്. ഇതൊക്കെ ഡിസ്ട്രാക്ഷനാണ്. ഒരു ഫോക്കസിന് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഡിസ്ട്രാക്ഷൻ ഓറിയന്റഡ് ആയിട്ട് പല ആളുകളും പല രൂപത്തിലും നമ്മളോട് വിളിക്കുകയും സംസാരിക്കുകയും നമ്മളോട് ഇൻവൈറ്റ് ചെയ്യുകയും നമ്മൾ അറ്റൻഡ് ചെയ്യപ്പെടുകയും നമുക്ക് പുസ്തകം തരികയൊക്കെ ചെയ്യും. പലതും ഉണ്ടാവും. അപ്പോൾ എന്താണ് നമുക്ക് ശരിയായ ഇൻപുട്ട് ആവശ്യം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ബോധ്യമുള്ള ഇപ്പൊ സെൽഫ് മെയ്ഡ് മില്യണർ ആവണമെങ്കിൽ സെൽഫ് മെയ്ഡ് മില്യണർ ആയിട്ടുള്ള ആളുകളുടെ സ്റ്റോറി ഉണ്ട്, അത് തന്നെ എടുക്കണം. അതല്ല, ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സക്സസ് ആയിട്ടുള്ള മെത്തേഡുകൾ എന്താണ്, അതാണ് ഞാൻ പഠിക്കാൻ പോകുന്നതെങ്കിൽ അങ്ങനെ 10,000, 1000, 15,000, 100 ഒക്കെ കമ്പനികളിലും ആളുകളിലും അല്ലെങ്കിൽ വിജയിച്ച ആളുകളുടെയും ഒക്കെ സക്സസ് റിസർച്ച് നടത്തിയിട്ടുള്ള റെക്കോർഡ്സിൽ നിന്ന് നമുക്ക് ആളുകളെ പോയിട്ട് കണ്ട് അവർ പോയി കാണുന്നതിന് പകരം അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് വായിക്കാം. ഇതെല്ലാം അവൈലബിൾ ആണ്. അപ്പൊ ഇതാണ് ഫോക്കസ്. അപ്പൊ ശരിക്ക് ഇയർ ഓഫ് ഫോക്കസ് എന്ന് നമ്മൾ പറയുമ്പം ഈ ഒരു ഫോക്കസിലേക്ക് വരണം. ഈ ഒരു ഫോക്കസിലേക്ക് നമ്മൾ വരിക എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്കറിയാം, ഈ ഭക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഫോക്കസ് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. അവര് ഭക്തി ഉണ്ടാകാൻ വേണ്ടി ഭക്തിയുള്ള എല്ലാ ആളുകളുടെയും കൂടെയും കൂടുന്നത്. അതല്ല, നിങ്ങൾ പോളിസി ഓറിയന്റഡ് ആയിട്ട് പോളിസി ഇൻടേക്കുകൾ, പോളിസിയെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന രൂപത്തിലുള്ള ലേണിങ്സ് അതിനു വേണ്ടി ഒന്നോ രണ്ടോ ആളുകളെ കറക്റ്റായിട്ട് ചൂസ് ചെയ്ത് അവരുമായിട്ട് ഇടപഴകി അതിനാവശ്യമായ പുസ്തകങ്ങളും സജഷൻസും നിങ്ങൾ കണ്ടെത്തി അതിൻ്റെ കാര്യങ്ങൾ ഉൾക്കൊണ്ട് അതിലൂടെ പ്രൊസീഡ് ചെയ്യാൻ, എല്ലാവരും പറയുന്നത് കേട്ട് എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ പോയാൽ യഥാർത്ഥത്തിൽ പോളിസി പഠിക്കാനോ പോളിസി ഓറിയന്റഡ് ആയിട്ട് കോൺഗ്രുവൻ്റ് ആയിട്ട് ജീവിക്കാനോ ഫോക്കസ്ഡ് ആവാനോ സാധിക്കാതെ വരും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. സോ ഇത് ഞാൻ പറയാൻ കാരണം, അതേപോലെ ഡ്രസ്സിന്റെ കാര്യം, ഒരാളൊരു കളർ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു, വേറൊരാളൊരു കളർ ഇഷ്ടം. നിങ്ങൾ ഈ വർഷം ഫോക്കസ്ഡ് ആയിട്ട് ധരിക്കാൻ പോകുന്നത് ഏറ്റവും മികച്ച ബിസിനസ് അറ്റയർ ആണോ, പ്രൊഫഷണൽ അറ്റയർ ആണോ, അതല്ലെങ്കിൽ വേറെ സോഷ്യൽ അറ്റയർ ആണോ, ഏത് വസ്ത്രമാണ് നിങ്ങൾ ധരിക്കാൻ പോകുന്നത്, അത് നിങ്ങളൊരു ഒരു കോമൺ ഇതിലെത്തിക്കുകയും പിന്നീട് ആളുകൾ പറയുന്നതിനനുസരിച്ച് ചേഞ്ച് ചെയ്യാതിരിക്കുകയും ഒക്കെ ചെയ്യണം. അപ്പൊ ഇവിടെ ഡിസ്ട്രാക്ട് ചെയ്യും ആളുകൾ അവരുടെ പെർസ്പെക്റ്റീവിൽ നിന്ന്, അവരുടെ സിനാരിയോയിൽ നിന്ന് അവർ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇതിനെ വളരെ മെല്ലെ സൂത്രത്തിൽ അവർക്ക് പ്രശ്നമില്ലാതെ നമുക്കും പ്രശ്നമില്ലാതെ അതിനെ അവോയ്ഡ് ചെയ്യാൻ നമുക്ക് സാധിക്കണം എന്നുള്ളത് നമ്മളുടെ ഫോക്കസിന്റെ പാർട്ടാണ് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഒരുപാട് എക്സാമ്പിളുകൾ ഫോക്കസുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. ഇനി റെസൊല്യൂഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഫോക്കസിനെ ഡിസ്ട്രാക്ട് ചെയ്യും. അപ്പോൾ ഫുഡുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം എടുത്ത് ഫുഡ് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ചില ഫുഡ് പ്രോഗ്രാമുകൾ നമ്മൾ പങ്കെടുക്കേണ്ടി വരുമ്പോൾ ആ പ്രോഗ്രാം അവോയ്ഡ് ചെയ്യാൻ നിങ്ങൾ ചെയ്യുന്നതാണോ നല്ലത്, പ്രോഗ്രാമിൽ പങ്കെടുത്ത് ആ ഫുഡ് അവോയ്ഡ് ചെയ്യുന്നതാണോ നല്ലത്, പ്രോഗ്രാം അവോയ്ഡ് ചെയ്യാതെ ഫുഡ് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്? പക്ഷെ അതാണ് എല്ലാവർക്കും നല്ലത് എന്ന് പറയാൻ സാധിക്കില്ല. ചിലർക്ക് ഒരുപാട് ആളുകളുടെ കൂടെ ഇടപഴകുന്നത് പോലും അവരുടെ ചിന്തകളെയും സംസാരങ്ങളെയും നോട്ടത്തെയും ശ്രദ്ധയെയും കാഴ്ചകളെയൊക്കെ അപകടപ്പെടുത്തും. അങ്ങനെയാണെങ്കിൽ ആ പ്രോഗ്രാമും ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് അവരോട് പറഞ്ഞ് അതിന് ഒരു നല്ല ഒരു ക്ലാരിറ്റി ഉള്ള ഒരു ആൻസറോട് കൂടിയിട്ട് നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാൻ പറ്റും. ആ സമയത്ത് എനിക്ക് ജിമ്മിൻ്റെ ടൈമാണെന്നോ വായനയുടെ അല്ലെങ്കിൽ ചില പർട്ടിക്കുലർ സമയം ഉള്ളതുകൊണ്ട് ആ സമയത്ത് എനിക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് എന്നോട് ക്ഷമിക്കണമെന്നും പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു ഉള്ള ആഗ്രഹങ്ങളൊക്കെ നമ്മൾ അറിയിക്കുകയും ചെയ്യാം. ആ രൂപത്തിലായിരിക്കണം നമ്മൾ നമ്മളുടെ ഫോക്കസിനോട് കോൺഗ്രുവൻ്റ് ആവാനുള്ള ശ്രമം. ഓറഞ്ച് ആപ്പിൾ മോട്ടിവേഷൻ മോൺസ്റ്ററിൽ വരുന്ന പല ആളുകളും ദിനേന എന്നോണം എഴുതി അയക്കുന്ന പല
മെസ്സേജുകളിലുമുള്ള വളരെ വലിയ സന്തോഷം. ചിലർ വിളിച്ചിട്ട് പറയാറ്, ഓഡിയോ ഇട്ടിട്ടും എഴുതിയൊക്കെ അറിയിക്കാറുള്ളത്. ഒത്തിരി ചേഞ്ചസ് അവരുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റി. പലരും ഫോക്കസ്ഡോ കൺസിസ്റ്റന്റോ പേഴ്സിസ്റ്റന്റോ അതേപോലെ റിപ്പീറ്റഡ് ആയിട്ട് അവർ ചെയ്യുകയോ ചെയ്തത് കൊണ്ടാണ്. അതല്ലാതെ രാവിലെ 6:30 ഇവിടെ വന്ന് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അല്ല. ആക്ച്വലി ആ ചെയ്യുകയും അതിനനുസൃതമായിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുകയും ആ ആക്ഷൻ പ്ലാനിൽ അവർ സ്റ്റിക്ക് ഓൺ ചെയ്യുകയും സ്റ്റിക്ക് ഓൺ ചെയ്ത ആക്ഷൻ പ്ലാനിൽ കൺസിസ്റ്റന്റ് ആവുകയും ചെയ്യുന്നത് കൊണ്ടാണ് അവർ എന്തൊക്കെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടോ ഡിസ്ട്രാക്ഷൻസിനോടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വിളിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഡിസ്ട്രാക്ഷൻസിനോടും സോറി ബൈ ബൈ ടാറ്റ പറഞ്ഞത് കൊണ്ടാണ് അവർക്ക് അവരുടെ കാര്യങ്ങളിൽ അച്ചീവ് ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ 4 വർഷത്തിൽ കൂടുതലായി വർഷങ്ങളോളം വന്നവരും ആഴ്ചകളോളം വന്നിട്ട് പോയവരും അങ്ങനെ അതിൽ ചേഞ്ച് ഉണ്ടാക്കാൻ സാധിച്ചവരും ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റാതെ പോയവരും ഇവിടെ വല്ല ചേഞ്ച് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വരുന്നവരും അങ്ങനെ പല ടൈപ്പ് ഓഫ് ആളുകളോട് വരാറ്. ഇതിനപ്പുറത്തേക്ക് എനിക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ എന്ന് വിചാരിക്കുന്ന ലൈഫ് ലേണിംഗ് ലെസൺസിൽ എന്തെങ്കിലും ഉപകാരപ്പെടുത്താൻ സാധിക്കുമോ എന്ന് പരസ്പരം ഷെയർ ചെയ്യാൻ പറ്റുന്ന ആളുകൾ അത് ഉപകാരപ്പെടുത്തിയിട്ടുണ്ട്. സി ഏതായിരുന്നാലും ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ഈ രൂപത്തിലുള്ള ഒരു ഫോക്കസിലേക്ക് തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇയർ ഓഫ് ഫോക്കസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. സോ ഐ വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. God bless. Thank you so much. We will see you tomorrow morning, same time. God bless and love you all. Bye bye. Bye for now. Thank you. Thank you. Thank you so much.